ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവരും നമ്മളെ കാണുമെന്ന് വിചാരിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാവും. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. നമ്മളിൽ നിന്ന് ഇന്നലെകൾ കവർന്നെടുത്ത പലതിനും പകരമായി കാലം നമുക്കായി കരുതിവെച്ച ഒന്നുണ്ടാവും. ഒരിക്കലത് വീണു കിട്ടുക തന്നെ ചെയ്യും. സ്വന്തം നില തെറ്റുന്ന രീതിയിൽ ആരും ആരെയും സ്നേഹിക്കരുത്. ആദ്യം ഞാൻ, പിന്നെയുള്ളൂ മറ്റാരും എന്നായിരിക്കണം. ഇത് സെൽഫിഷ് അല്ല, ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിച്ചു തുടങ്ങുന്നിടത്താണ് തോൽവിയുടെ ആദ്യ തുടക്കം. മാറി നിന്ന് നമ്മളെ സത്യസന്ധമായി വെറുക്കുന്ന മനുഷ്യരെക്കാൾ ഭയക്കണം നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് സ്നേഹം അഭിനയിക്കുന്ന മനുഷ്യരെ. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെ ഒന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനാകും. പരസ്പരം കേൾക്കാൻ സമയവും ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാവുന്നത്. എന്നെക്കൊണ്ട് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ, എല്ലാം നിസ്സാരമെന്ന ചിന്തയോടെ ഓരോ പുലരിയിലും ഉറങ്ങി എണീറ്റു നോക്കൂ. നിന്നെ തോൽപ്പിക്കാൻ പിന്നെ ഒന്നിനും സാധിക്കില്ല. നല്ലവരെന്ന് വിചാരിച്ചവർ നല്ലവരോ ചീത്തയെന്ന് വിചാരിച്ചവർ ചീത്തയോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുന്നവരും മറ്റു ചിലർ അഭിനയമില്ലാതെ ജീവിക്കുന്നവരുമാണ്. പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത്. നാവ് ഒരു ചെറിയ മൃദുവായ മാംസം മാത്രമാണ്. എന്നിട്ടും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ തകർക്കുന്നതിനും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ നശിപ്പിക്കുന്നതിനുമുള്ള ഇതിൻ്റെ ശക്തി അപാരമാണ്. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യമടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. ഒരു മത്സരമല്ല ഈ ജീവിതയാത്ര. ഒരേ സമയം നാമെല്ലാം ശിഷ്യരും അധ്യാപകരുമാണ്. നിങ്ങൾ എൻ്റെ പിന്നിലുമല്ല, ഞാൻ നിങ്ങളുടെ മുന്നിലും അല്ല. വിധി നിങ്ങൾക്ക് കൽപ്പിച്ചു തന്ന സ്ഥാനത്ത് നിങ്ങളും ഞാനും നിൽക്കുന്നു. നമുക്ക് അത് അനുവദിച്ചു തരുന്ന കാലത്തോളം അത്ര തന്നെ. അപ്പോൾ ഞാൻ എന്ന ഭാവത്തിന് എന്ത് പ്രസക്തി? സന്തോഷത്തോടെ ജീവിക്കൂ. ജീവിതത്തിൽ നേടാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ അതിലേറ്റവും വിലപിടിപ്പുള്ളതും എന്നും നിലനിൽക്കുന്നതുമായ സമ്പാദ്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന കുറേ സൗഹൃദങ്ങൾ. ജീവിതത്തിൽ സന്തോഷമായിരിക്കാൻ രണ്ട് വഴിയുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരിക്കലും കണ്ണീരിൻ്റെ സഹായം തേടരുത്. നിങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ ഒരിക്കലും വാക്കുകളുടെ സഹായവും തേടരുത്. രൂപം മാത്രം നോക്കി ഒന്നിനെയും വിലയിരുത്തരുത്. രൂപവും ഭാവവും ചേർന്നെങ്കിലേ എന്തും യാഥാർത്ഥ്യം ആവുകയുള്ളൂ. അത് ജീവിതമായാലും സ്നേഹമായാലും പ്രണയമായാലും. അവഗണിക്കുന്നിടത്ത് പോകരുത്. മുഖപക്ഷം കാണിക്കുന്നിടത്ത് നിൽക്കരുത്. മാറ്റി നിർത്തുന്നിടത്ത് തള്ളിക്കയറരുത്. ഒറ്റപ്പെടുത്തുന്നിടത്ത് ഒഴിഞ്ഞു നിൽക്കുക. പരദൂഷണം പറയുന്നിടത്തുനിന്ന് മാറിപ്പോവുക. കടമകൾക്കും കടപ്പാടുകൾക്കുമിടയിൽ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന ചിലരുണ്ട്. മനസ്സ് നോവുമ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി നിലനിർത്താൻ ശ്രമിക്കുന്നവർ. ബന്ധങ്ങൾ വൈദ്യുതി പോലെയാണ്. തെറ്റായ കണക്ഷൻ ജീവിതത്തിൽ ഷോക്കുകൾ തന്നുകൊണ്ടേയിരിക്കും. ശരിയായ കണക്ഷൻ ജീവിതത്തിന് വെളിച്ചം തന്നുകൊണ്ടിരിക്കും. നഷ്ടപ്പെട്ട കാലങ്ങളിൽ എവിടെയൊക്കെയോ ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനി എത്ര കൗതുകത്തോടെ ആഗ്രഹിച്ചാലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എന്തൊക്കെയോ. ചിലരെ നാം അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കും, അവോയ്ഡ് ചെയ്യും, സംസാരം വരെ കുറയ്ക്കും. പക്ഷേ അവർ അറിയുന്നില്ല, അവരെക്കാളേറെ വേദനിച്ചതും നീറിപ്പുകഞ്ഞതും നമ്മളായിരുന്നു എന്ന സത്യം.
നമ്മിൽ പലരും സ്വന്തം വാക്കുകളെ നിസ്സാരമായും മറ്റുള്ളവർ പറഞ്ഞതിനെ ഗൗരവത്തിലും കാണുന്നു. മറ്റുള്ളവരുടെ വാക്കുകളും പ്രവർത്തനവും താൻ ഒരിക്കലും പൊറുക്കില്ല, ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ വാക്കും പ്രവർത്തനവും എല്ലാവരും മറക്കാനും പൊറുക്കാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതീവ വിചിത്രം തന്നെ. ഒരേ വീട്ടിലോ ജോലിസ്ഥലത്തോ അസൂയയും കുശുമ്പും സഹകരണമില്ലായ്മയും വെച്ച് പുലർത്തുന്നവരാണ് ജീവിതത്തിലെ പ്രധാന സന്തോഷ നിമിഷങ്ങൾ എല്ലാം നശിപ്പിക്കുന്നത്. അത് ബന്ധങ്ങളായാലും